ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഗോകുല മൂവീസ് നിർമ്മിച്ച് ദിലീപ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മലയാളം ആക്ഷൻ കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ ബബ്ബ. ഇന്നലെ വൈകിട്ട് 6 മണിക്കായിരുന്നല്ലോ സിനിമയുടെ ട്രെയിലർ റിലീസായത്. എങ്ങും മികച്ച അഭിപ്രായങ്ങളായിരുന്നു സിനിമയുടെ ട്രെയിലർ നേടിയെടുത്തത്. ദിലീപിനോടൊപ്പം തന്നെ വിനീത് ശ്രീനിവാസനും ട്രെയിലറിൽ സ്കോർ ചെയ്തു എന്ന് നമ്മുടെ അഭിപ്രായത്തിൽ പ്രേക്ഷകർ അറിയിച്ചതാണ്. അത് തന്നെയാണ് ഭൂരിഭാഗം അഭിപ്രായങ്ങൾ. ധ്യാൻ ശ്രീനിവാസന്റെ പ്രകടനം സിനിമയിൽ കാണുവാനായിട്ട് കാത്തിരിക്കാം. സിനിമയുടെ ടീസറിന്റെ 24 മണിക്കൂർ കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ ഗോകുല മൂവീസിന്റെ യൂട്യൂബ് ചാനലിലൂടെ വന്നിട്ടും സിനിമയുടെ ടീസർ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ്. 24 മണിക്കൂറുകൾ കൊണ്ട് 2.5 മില്യൺ അടുത്ത വ്യൂവേഴ്സ്, അതായത് 25 ലക്ഷത്തോളം യൂട്യൂബ് വ്യൂവേഴ്സ് ആണ് ദിലീപ് സിനിമയുടെ ടീസർ നേടിയെടുത്തത്. ഒരു ദിലീപ് സിനിമയ്ക്ക് ലഭ്യമാക്കുന്നതിൽ വലിയ സ്വീകാര്യത തന്നെയാണ് ബബ്ബ ടീസർ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരുപാട് പ്രേക്ഷകർക്ക് അറിയേണ്ട അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ജൂലൈ 4-ാം തീയതി ആയിരുന്നല്ലോ ഒരു ഘട്ടത്തിൽ ലാലേട്ടൻ സിനിമയിലേക്ക് ജോയിൻ ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ ടീസർ റിലീസും ലോഞ്ച് എല്ലാം തന്നെ കാരണം ആ ഡേറ്റ് ഒന്ന് മാറ്റിവെക്കുകയായിരുന്നു. പുതിയ ഡേറ്റ് വന്നിരിക്കുകയാണ്. അത് പ്രകാരം ജൂലൈ 10 ആയിരിക്കും ലാലേട്ടൻ സിനിമയിലേക്ക് ജോയിൻ ചെയ്യുക. ലാലേട്ടൻ സിനിമയിൽ 10 ദിവസത്തെ ഷൂട്ടുണ്ട് എന്നും അതിനുശേഷം ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രൊമോ ഷൂട്ടിൽ കൂടി ലാലേട്ടൻ പങ്കെടുക്കുമെന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ബബ്ബ ടീസറിന് ശേഷം സിനിമയുടെ അടുത്തതായിട്ട് വരാനിരിക്കുന്ന ഒരു കണ്ടന്റ് ലാലേട്ടന്റെ സിനിമയിലെ പ്രഖ്യാപന വീഡിയോ ആയിരിക്കും. എന്തായാലും കാത്തിരിക്കാം ബബ്ബ എന്ന സിനിമയുടെ അടുത്ത അപ്ഡേറ്റുകൾക്ക്. ഈ വർഷം തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. അവസാനമായിട്ട് ഈ വർഷം ഇനി തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരേ ഒരു മമ്മൂട്ടി ചിത്രം കൂടെ കളങ്കാവലിലേക്ക് വരികയാണെങ്കിൽ സിനിമ തിയേറ്റർ റിലീസിനായിട്ട് റെഡിയായിരിക്കുകയാണല്ലോ. 2 വർഷം മുന്നേ കണ്ണൂർ സ്കോഡ് തിയേറ്ററുകളിലേക്ക് എത്തിച്ച ആ സെപ്റ്റംബർ അവസാന വാരത്തോടെ തന്നെയാണ് കളങ്കാവൽ നിലവിൽ തിയേറ്റർ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ മമ്മൂട്ടിയുടെ ചെറിയൊരു വർക്ക് കൂടി സിനിമ എടുത്തായിട്ട് ബാക്കി നിൽക്കുന്നു. അത് സിനിമയുടെ ഡബിംഗ് വർക്കുകളാണെന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 5 വർഷത്തിൽ മമ്മൂട്ടിയുടെ ഭൂരിഭാഗം സിനിമകളും സ്പോട്ട് ഡബിംഗ് ആണ്, അതായത് സിങ്ക് സൗണ്ട് ഉപയോഗിച്ചാണ് എന്ന്. കളങ്കാവലും സ്പോട്ട് ഡബിംഗ് തന്നെയാണ്. എന്നാൽ ചില മമ്മൂട്ടി സിനിമകളിൽ നാം കേൾക്കാറുള്ള ഒരു പരാതിയാണല്ലോ ചില ഡയലോഗ്സ് ഒന്നും തന്നെ കേൾക്കുന്നില്ല എന്ന്. ഇപ്പോഴത്തെ ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ചില രംഗങ്ങളിൽ ഈ സിനിമയിൽ മമ്മൂട്ടി റീഡബിൾ ചെയ്യാനായിട്ട് എത്തുന്നു എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടിയുടെ കൊച്ചിയിലേക്കുള്ള തിരിച്ചുവരവ് അനുസരിച്ചായിരിക്കും കളങ്കാവൽ പ്രൊമോഷൻസ് എല്ലാം തന്നെ ചാർട്ട് ചെയ്യപ്പെടുക. കാത്തിരിക്കാം മമ്മൂട്ടിയുടെ കൊച്ചിയിലേക്കുള്ള തിരിച്ചുവരവ് കാണുവാനായിട്ട്.